എത്ര പേർ ഇങ്ങനൊരു ചോദ്യം നേരിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം നേരിട്ടിട്ടുണ്ട്. യേശു ദൈവമാണോ? എന്നോട് പലരും ചോദിക്കാറുണ്ട്, യേശു ദൈവപുത്രനല്ലേ? യേശു ദൈവമാണോ? യഹോവയല്ലേ ദൈവം? യേശു 2000 വർഷം മുമ്പ് വന്ന ആളല്ലേ? യേശു ഒരു പ്രവാചകനായ യേശുവിനെ കാണുന്ന ഒത്തിരി പേരുണ്ട്. ദൈവപുത്രൻ മാത്രമായി കാണുന്നവരുണ്ട്. യഹോവയായ ദൈവമല്ല യേശു എന്ന് പറയുന്നവരുണ്ട്. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കേൾക്കാനായിട്ട് പോവാണ്. എത്ര പേർ എക്സൈറ്റഡ് ആണ്? ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഈ ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ നേരിട്ടിട്ടുണ്ടാവും. പലരും ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമായിട്ട് മറുപടി ഉണ്ടായിട്ടുണ്ടാകത്തില്ല. പലരും ചോദിക്കാറുണ്ട്, യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് പലരുടെയും ചോദ്യങ്ങൾ. എന്നാൽ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിലുള്ള കാര്യങ്ങൾ അത് അറിവായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ഇറ്റ്സ് എ മിസ്റ്ററി. അത് രഹസ്യങ്ങളാണ്. അത് ദൈവം വെളിപ്പെടുത്തിയാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. എഴുതപ്പെട്ട വചനം ആരാൽ എഴുതപ്പെട്ടോ അദ്ദേഹം തന്നെ അത് വ്യാഖ്യാനിച്ചു തരണം. പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ട ഈ വചനം പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വ്യാഖ്യാനിച്ച് നൽകേണ്ടതുണ്ട്. ഈവൻ ജീസസ് ഈസ് എ മിസ്റ്ററി. യേശു എന്ന് പറയുന്നത് പോലും ഒരു രഹസ്യമാണ്, ഒരു മിസ്റ്ററിയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു പുസ്തകം അതിനുവേണ്ടി മാറ്റിവെച്ചു, വെളിപ്പാട്. അതിൻ്റെ ആദ്യ പേജിൽ തന്നെ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ വെളിപ്പെടുത്തി തന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതൊരു അറിവായി മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ഹല്ലേലൂയ. പലർക്കും വെളിപ്പാട് പുസ്തകം അന്തിക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഒരിക്കലുമല്ല, അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഹല്ലേലൂയ. അത് നമുക്ക് മറ്റൊരു ദിവസം ചിന്തിക്കാം. അതൊരു സീരീസ് ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അത് സത്യത്തിൽ ബൈബിളിൽ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഇത് വായിക്കുന്നവനും കേൾക്കുന്നവനും ബ്ലെസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അത് വെളിപ്പാട് പുസ്തകമാണ്. സാത്താൻ ഇന്ന് പലരെയും പേടിപ്പിച്ചു വച്ചേക്കുന്ന, വായിക്കാൻ ആഗ്രഹിക്കാത്തൊരു പുസ്തകമാക്കി മാറ്റി വെളിപ്പാട് പുസ്തകം. കാരണം അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. അത് വെളിപ്പെടുത്തി കിട്ടുന്നവൻ ബ്ലെസ്ഡ് ആണ്. ഹല്ലേലൂയ. അത് വായിക്കുന്നവനും ഗ്രഹിക്കുന്നവനും ബ്ലെസ്ഡ് ആണെന്നാണ് ആ വചനം പറയുന്നത്. കാരണം അത് ആരെക്കുറിച്ചുള്ള വെളിപ്പാടാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. അതിനർത്ഥം യേശു എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യമാണ്. അത് വെളിപ്പെടണം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ, ഡിസ്ട്രാക്റ്റഡ് ആവല്ലേ. ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ബൈബിളിലെ ഓരോ സ്ക്രിപ്ചറും മിസ്റ്ററീസ് ആണ്. ഫ്രം ദ ബിഗിനിങ്, ആദ്യത്തെ വാക്യത്തിൽ തന്നെ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. നമുക്കറിയാം പഴയ നിയമം എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലാണ്. എബ്രായ ഭാഷയിൽ ബിഗിനിങ് എന്ന വാക്കിന് കൊടുക്കുന്ന വാക്ക് ബെറഷീറ്റ് എന്ന വാക്കാണ്. ബെറഷീറ്റ് എന്ന വാക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇൻ ദ ബിഗിനിങ് എന്നാക്കി. എന്തുകൊണ്ടെന്നാൽ എബ്രായ ഭാഷയിൽ അവിടെ ഉപയോഗിച്ച വാക്കിന് അർത്ഥം 2 വാക്കുണ്ട്. ഇൻ എന്ന് ഉപയോഗിക്കാം, വിത്ത് എന്ന് ഉപയോഗിക്കാം, മറ്റൊരർത്ഥം കൊണ്ട് ബൈ എന്ന് ഉപയോഗിക്കാം. എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ ഇൻ ദ ബിഗിനിങ് എന്ന് എഴുതി ചോദിച്ചാൽ ബൈ ദ ബിഗിനിങ് എന്നോ വിത്ത് ദ ബിഗിനിങ് എന്നോ എഴുതി കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി കിട്ടില്ല എന്ന് അവർ കരുതി. കാരണം ബൈ ദ ബിഗിനിങ് എന്ന് എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ വിത്ത് ദ ബിഗിനിങ് എന്ന് എഴുതണമെങ്കിൽ, ബിഗിനിങ് എന്ന് പറയുന്ന ഒരാളുടെ പേരായാൽ മാത്രമേ ബൈ അജി, ബൈ അല്ലെങ്കിൽ ത്രൂ അജി എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഒരാളുടെ പേരായിരിക്കണം, എങ്കിലേ ബൈ ദ ബിഗിനിങ് എന്ന് എഴുതാൻ പറ്റൂ. അതുകൊണ്ട് അവർ മനഃപൂർവ്വം എന്താക്കി? ഇൻ ദ ബിഗിനിങ് ആക്കി. എന്നാൽ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഞാൻ അതിന്റെ ഹീബ്രു ഭാഷയിലുള്ള എൻ്റെ യഥാർത്ഥ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ വായിച്ച് ഇങ്ങനെ ഇരിക്കും: ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് ബൈ ദ ബിഗിനിങ്. ബൈ ദ ബിഗിനിങ്, ബൈ ദ ബിഗിനിങ്, ബിഗിനിങ്ങിനെ കൊണ്ട് ദൈവം എന്തുണ്ടാക്കി? ഹെവൻസിനെയും, സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. സംശയിക്കേണ്ട, മനസ്സിലാവും നിങ്ങൾക്ക് വായിക്കുമ്പോൾ. ഒരു വാക്യം വായിക്കാം. കൊലോസ്യൻസ് 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ എടുക്കുക. കൊലോസ്യർക്ക് പൗലോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ
വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ശ്രദ്ധിച്ചല്ലോ, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചായിരുന്നോ? ആരെ കുറിച്ചാ പൗലോസ് പറയുന്നേ? യേശുവിനെ കുറിച്ചാ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. സ്വർഗത്തിലായിക്കോട്ടെ ഭൂമിയിലായിക്കോട്ടെ, കാണപ്പെടുന്നതായിക്കോട്ടെ കാണപ്പെടാത്തതായിക്കോട്ടെ, വിസിബിൾ ഇൻവിസിബിൾ, സ്വർഗത്തിൽ ഭൂമിയിൽ, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഡൊമിനിയൻ, പവർ എല്ലാം ആർ മുഖാന്തരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? യേശു മുഖേന ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ആ യേശു മുഖേന, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിയിലുള്ള സമുദ്രങ്ങളായിക്കോട്ടെ, പർവ്വതങ്ങളായിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, എന്തും ആര് മുഖേന ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? യേശു മുഖേന ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പൗലോസ് പറയാണ്, സകലതും അവൻ മുഖാന്തരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അടുത്ത 17-ാമത്തെ വാക്യം, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. ആമേൻ. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഓൾ ക്രിയേഷൻ, ഓൾ തിങ്സ് അവന് വേണ്ടിയും അവനായിട്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുക. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളെ മാത്രമല്ല സൃഷ്ടിച്ചത്, ഈ ലോകത്തുള്ള സകല വ്യക്തികളെയും, സകല ജീവജാലങ്ങളെയും, പർവ്വതങ്ങളെയും, സമുദ്രങ്ങളെയും, സകലതും അവനിലൂടെയും അവനു വേണ്ടിയും നിർമ്മിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവനു വേണ്ടിയും നിർമ്മിക്കപ്പെട്ടു. ഇൻ ഹിം ഓൾ തിങ്സ് എക്സിസ്റ്റ്. അവനിൽ സകലതും നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അവനിൽ എല്ലാം നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സ്വർഗം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഒരു സ്ഥലമല്ല, സ്വർഗം അവന്റെ ഉള്ളിലാണ്. അവനിലല്ലാതെ സ്വർഗത്തിന് നിലനിൽക്കാൻ കഴിയത്തില്ല. ഒരു ജീവജാലത്തിനും ജീവൻ നിലനിർത്താൻ കഴിയത്തില്ല. അവനിലാണ് സകലരുമായിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്, ഇൻ ഹിം വി മൂവ്, വി ലീവ്, വി ഹാവ് അവർ ബീയിങ്. നമ്മൾ അവനിലല്ലോ ഇരിക്കുന്നതും ജീവിക്കുന്നതും ചരിക്കുന്നതും ആകുന്നു. ഹല്ലേലൂയ. അതായത് എല്ലാം അവനിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവനാണ് എക്സിസ്റ്റൻസ്. അതായത് യേശുവാണ് സകലത്തിൻ്റെയും നിലനിൽപ്പ്. ഹല്ലേലൂയ. ഒന്നിനും അവനെ കൂടാതെ ആയിരിക്കാൻ കഴിയത്തില്ല. 18-ാമത്തെ വാക്യം വായിച്ചേ. അവൻ സകലത്തിനും മുമ്പേയുള്ളവൻ. അവൻ സകലത്തിനും മുൻപേയുള്ളവൻ. ഹല്ലേലൂയ. 2000 വർഷം മുൻപുള്ളവനല്ല, അവൻ സകലത്തിനും മുൻപേയുള്ളവൻ. യേശു എപ്പോൾ ഉള്ളതാണ്? സകലത്തിനും. സകലത്തിനും എന്ന് വെച്ചാൽ സകലത്തിനും. ഒന്നുമില്ലാതിരുന്നപ്പോ, ആകാശവും ഭൂമിയും ഒന്നുമില്ലാതിരുന്നപ്പോഴും അവനുണ്ട്. അതിനും അവൻ മുൻപേ ഉള്ളവൻ. അടുത്ത വാക്യം, അവൻ സകലത്തിനും ആധാരമായിരിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ, അവൻ സകലത്തിന്റെയും എക്സിസ്റ്റൻസ് ആണ്, ആധാരം, സകലത്തിന് കാരണമായിരിക്കുന്നത്. സകലതും അവനിലാണ് നിലനിൽക്കുന്നത്. അടുത്ത വാക്യം, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. ആ സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. ശ്രദ്ധിച്ചായിരുന്നു, അവൻ ആരംഭമാകുന്നു. ഇംഗ്ലീഷിൽ ഹി ഈസ് ദ ബിഗിനിങ്. ഹല്ലേലൂയ. അവന്റെ പേരെന്താണ്? ദ ബിഗിനിങ്. യേശുവിന്റെ പേരാണ് ദ ബിഗിനിങ്. ഹല്ലേലൂയ. യേശു പറയാണ്, ഐ ആം ദ ബിഗിനിങ്. ഞാനാണ് ആദി. ഹല്ലേലൂയ. അപ്പൊ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചൊന്നല്ല, ആദിയെ കൊണ്ട്, ആദിയാൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഓ, ഇത്ര മനസ്സിലായി? എല്ലാത്തിനും തുടക്കത്തിൽ ദൈവം സ്വർഗവും ഭൂമിയും ഉണ്ടാക്കിയെന്നല്ല, യേശുവിനാൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. സകലതും അവനിലാണ്. യേശു പറയാണ്, ഐ ആം ദ ബിഗിനിങ്. ദ ബിഗിനിങ്, അതാണ് ഇൻ ദ ബിഗിനിങ്. അപ്പോ ഞാനാണ് ആദി. യേശുവാണ് ആദി. ആദിയിലാണ് ആദി, അതാണ് ദ ഇൻ ദ ബിഗിനിങ്. അപ്പോ യേശുവിന്റെ മറ്റൊരു പേരാണ് ദ ബിഗിനിങ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ബൈ ദ ബിഗിനിങ് God created heavens and earth. യേശുവിനാൽ ദൈവം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഒരിടത്തിൽ പറഞ്ഞ, യേശുവിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമോ ഒരു പ്രവാചകനോ അല്ല, അവൻ നിത്യനായ ദൈവമാണ്.
ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22:12 വാക്യം. വെളിപ്പാട് പുസ്തകം 22 അധ്യായം, അവസാനത്തെ ചാപ്റ്റർ ആണ് ബൈബിളിലെ ലാസ്റ്റ് ചാപ്റ്റർ. 22 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. യേശു പറയുകയാണ്, യോഹന്നാനോട് യേശു പറയുന്ന ഒരു വചനമാണിത്, ഞാൻ വായിക്കുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. യേശു പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അടുത്ത വാക്യം, ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ഹല്ലേലൂയ. ഐ ആം ദി ആദി, ഞാനാണ് ആദി. ഹല്ലേലൂയ. ദ ബിഗിനിങ്. യേശു പറയാണ്, എൻ്റെ പേരാണ് ആൽഫ, എൻ്റെ പേരാണ് ഒമേഗ, ഞാനാണ് ഫസ്റ്റ്, ഞാനാണ് ലാസ്റ്റ്. ഐ ആം ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്. ഹല്ലേലൂയ. അപ്പൊ യേശു പറയാണ്, എൻ്റെ പേര് ഐ ആം, വിനോദ് എന്ന് പറയുന്ന പോലെ ഐ ആം ദ ബിഗിനിങ്, ഞാൻ ആദിയും അന്ത്യനുമാകുന്നു. ആദിയാൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ഹല്ലേലൂയ. യേശു 2000 വർഷം മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്നു. പക്ഷേ യേശു സൃഷ്ടിയുടെ ആരംഭം മുതൽ നിത്യനായ ദൈവമാണ്. ഹല്ലേലൂയ. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. യോഹന്നാന് ഈ വെളിപ്പാട് കിട്ടി. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചു. ഒന്നാമത്തെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 1 വാക്യത്തിൽ പറയുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ദൈവത്തെ പോലെ ആയിരുന്നല്ല, ദൈവമായിരുന്നു. ഹല്ലേലൂയ. The word was with God and word was God. വചനം ദൈവം ആയിരുന്നു. ഹല്ലേലൂയ. ആ വചനം ദൈവമായിരുന്നു. അതിന്റെ 3 വാക്യം വായിച്ചേ. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഹല്ലേലൂയ. ആര് മുഖാന്തരം? വേർഡ് മുഖാന്തരം, വചനം മുഖാന്തരം. വചനം ദൈവമായിരുന്നു. അടുത്ത വചനം പറയണം, വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം, അതായത് വചനം ദൈവമായിരുന്നു, ആ ദൈവം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. നാം അവനെ യേശു എന്ന് പേർ വിളിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യേശു ആരാ? നിത്യനായ ദൈവം. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, അവൻ ദൈവമായിരുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായി. 4 വാക്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചേട്ടെ, ജീവൻ ക്രിസ്ത്യാനികളുടെ വെളിച്ചമായിരുന്നല്ല, മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം അത് യേശുവാണ്. ഹല്ലേലൂയ. അതിന്റെ 9 വാക്യം വായിച്ചേ. ഏതു മനുഷ്യനെയും ക്രിസ്ത്യാനികളല്ല, ഏതെങ്കിലും വിഭാഗക്കാരെ അല്ല, മുസ്ലിമിനെ അല്ല, ഏതൊരു വ്യക്തിയെയും ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. ആമേൻ. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമാണ് ഉളവായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ഒരിക്കലും പറഞ്ഞില്ല, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ക്രിസ്ത്യാനിയാകുമെന്ന് പറഞ്ഞില്ല. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ക്രിസ്ത്യാനിയാവുകയാണോ? ഒരിക്കലുമില്ല. യോഹന്നാൻ സുവിശേഷം 1 അധ്യായം 12 വാക്യം എഴുതുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്ത്യാനിയാകാൻ അധികാരം കൊടുത്തു എന്നല്ലല്ലോ, അവന്റെ ദൈവത്തിന്റെ മകനാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ഇതിനകത്ത് മതത്തിന് യാതൊരു ബന്ധവുമില്ല. യേശുവിനെ സ്വീകരിക്കുന്നതും മതവുമായി യാതൊരു ബന്ധവുമില്ല. നീ ബ്രാഹ്മണനായിരിക്കാം, നീ മുസ്ലിം ആയിരിക്കാം. ഇഫ് യു റിസീവ് ജീസസ്, നിന്റെ മതം മാറിയിട്ടില്ല, നിന്റെ പൊസിഷൻ മാറുന്നു. യു ബിക്കെയിം സൺ ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ മകനായി മാറുകയാണ്. ആരെയും നിന്നോട് ചോദിച്ചു, നീ മതം മാറിയോ? ഞാൻ മതമൊന്നും മാറിയിട്ടില്ല, ഞാൻ ഇപ്പോഴും ഹിന്ദുവാ, ഞാൻ ഇപ്പോഴും മുസ്ലിമാ, ഞാൻ ഇപ്പോഴും ബ്രാഹ്മണ. നോ പ്രോബ്ലം. നിന്റെ പൊസിഷനെ മാറുന്നുള്ളൂ. നീ യേശുവിനെ സ്വീകരിക്കുമ്പോൾ മതമല്ല മാറുന്നേ, നീ ദൈവത്തിന്റെ മകനായി മാറുകയാണ്. ഇപ്പോൾ സയന്റിസ്റ്റ് കണ്ടെത്തിയൊരു മനോഹരമായ ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ വായിച്ച ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം അതിൽ 9 വാക്യം പറയുകയാണ്, എല്ലാ മനുഷ്യനെയും, അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും ജീവൻ നൽകുന്ന പ്രകാശമാണ് യേശു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹി ഗീവ്സ്
the life to every man come to this earth. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. സയന്റിസ്റ്റ് ഒരു സ്പെഷ്യൽ മൈക്രോസ്കോപ്പ് വെച്ച്, അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അതിൻ്റെ യൂട്യൂബിലുണ്ട്, അതുപോലെ ഇൻസ്റ്റയിലൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ എന്താ പറയുക ഷോർട്സ് റീൽസ് ഒക്കെ ഉണ്ട്, നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ ഇതിനാണ് സ്പെഷ്യൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒരു കൂട്ടം ഡോക്ടേഴ്സ് കണ്ടെത്തിയൊരു കാര്യമാണ്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു പിതാവിൻ്റെയും മാതാവിനുമായിട്ടുള്ള ചേർന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്ന കൺസെപ്ഷൻ ടൈമിൽ അവർ മൈക്രോസ്കോപ്പിൽ കാണുകയാണ് ഒരു ലൈറ്റ് ആ സ്ഥലത്ത് എൻ്റർ ചെയ്യുന്നതായിട്ട്. ഹല്ലേലൂയ. സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്, അത് കാണാൻ പറ്റുന്നുണ്ട്. ആ ജീവൻ വരുന്ന സമയത്ത് ഒരു ലൈറ്റ് അവിടെ എൻ്റർ ചെയ്യുക. ഹല്ലേലൂയ. ആ സ്പേം അവിടെ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു ലൈറ്റ് വരികയാണ്. ഇറ്റ്സ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ഇതാണ് ഏതൊരു മനുഷ്യനെയും ജീവിപ്പിക്കുന്ന സത്യ വെളിച്ചം. അത് ഏതൊരു വ്യക്തിയായാലും, ഏത് നിരീശ്വരവാദി ആയിക്കോട്ടെ, ഏത് മതക്കനായിക്കോട്ടെ, നിന്നെ ജീവിപ്പിക്കുന്ന സത്യ വെളിച്ചം ഹി ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അവനാണ് യേശു. ഹല്ലേലൂയ. അവൻ നിന്നെ ജീവൻ നൽകുന്നവനാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം അവിടെ 9-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ആത്മാക്കളുടെ പിതാവ്. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ ആത്മാക്കളുടെ പിതാവ്. നാം അവനിൽ നിന്നാണ് ജനിക്കുന്നത്. അവനാണ് നമ്മുടെ പിതാവ്. അവൻ നമ്മുടെ ആത്മാവിന്റെ പിതാവാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അകത്തേക്ക് ഫസ്റ്റ് ആ വ്യക്തി ജനിക്കുമ്പോൾ ആ ബോണിങ് എന്താ പറയുക കൺസെപ്ഷൻ ടൈമിനകത്ത് അവിടെ ലൈറ്റ് പ്രവേശിക്കുന്നതായിട്ട് മൈക്രോസ്കോപ്പിലൂടെ കാണുകയാണ്. ആ ലൈറ്റാണ് ഏത് മനുഷ്യനും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന യേശു കഥാവ്. ഹല്ലേലൂയ. ഹി ഈസ് ദ ലൈറ്റ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും മിനിസ്റ്റർ തുടങ്ങിയ സമയത്ത് പലരോട് ചോദിക്കും, നിങ്ങളുടെ ഡിനോമിനേഷൻ ഏതാണ്? പെന്തക്കോസ്റ്റ് ആണോ, ബാപ്റ്റിസ്റ്റ് ആണോ, അതാണോ ഇതാണോ? ഞാൻ ചോദിക്കും. എനിക്ക് പലപ്പോഴും മറുപടി ഇല്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ പറയും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയും. പിന്നീട് ദൈവം പഠിപ്പിച്ചു, നിന്റെ ഡിനോമിനേഷൻ ഒന്നേ ഉള്ളൂ, യു ആർ ഗോഡ്സ് സൺ. നീ ദൈവത്തിന്റെ മകനാണ്. അതാണ് നിന്റെ ഡിനോമിനേഷൻ. ഹല്ലേലൂയ. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിനോമിനേഷനും ഇല്ല. ഈവൻ മതം പോലും ഇല്ല. ഏത് മതം എന്ന് പോലും പറയേണ്ട കാര്യമില്ല. കാരണം യേശുവിനെ സ്വീകരിച്ചപ്പോൾ നീ മതത്തിന്റെ പുറത്തു വന്നു. ഹല്ലേലൂയ. യേശുവിനെ സ്വീകരിക്കുമ്പോൾ നീ മതത്തിൽ ചേരുകയല്ല, നീ മതത്തിൽ നിന്ന് പുറത്തു വരിക. കാരണം യേശു പറയും, എൻ്റെ അടുക്കൽ വാ, ഞാൻ മതത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഞാൻ റെസ്റ്റ് തരാം. ഹല്ലേലൂയ. യു ആർ ഗെറ്റിംഗ് കംപ്ലീറ്റ് റെസ്റ്റ് when you come out of religion. അല്ലെങ്കിൽ യേശുവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വസ്ഥതയാണ് ലഭിക്കുന്നത്. വീണ്ടും മതത്തിലേക്കല്ല പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരെയും മതത്തിലേക്ക് വിളിക്കുന്നില്ല. മതമല്ല പറയുക, അവരുടെ ജീവൻ ആധാരമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിലേക്ക് അവരെ കണക്ട് ചെയ്യുമ്പോൾ, അവർ ആ യേശുവിനെ അറിയുമ്പോൾ, അവർ സ്വീകരിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. ഹല്ലേലൂയ. അവിടെ ഡെഡ് ആയിരിക്കുന്ന സ്പിരിറ്റ് മാൻ എലൈവ് ആവുകയും അവർ ദൈവമായ റിലേഷനിൽ അപ്പനും മകളും ബന്ധത്തിൽ ജീവിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഇറ്റ്സ് എ ലൈഫ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് സൃഷ്ടി മുഴുവൻ കാത്തിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ വെളിപ്പെടലിന് വേണ്ടിയിട്ടല്ല. സൃഷ്ടി ഈഗർലി കാത്തിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻസ് ഓഫ് സൺസ് ഓഫ് ഗോഡ്, ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിനായി സൃഷ്ടി കാത്തിരിക്കുകയാണ്. കാരണം ദൈവപുത്രന്മാർക്ക് മാത്രമേ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. മകന് മാത്രമേ അപ്പനെ വെളിപ്പെടുത്താൻ പറ്റൂ. അതുകൊണ്ടാണ് സൃഷ്ടി കാത്തിരിക്കുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിനായി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ പിതാവും നാം അവന്റെ മക്കളുമാണ്. അവിടെ മതത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു വചനം വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. Nobody has ever seen God. ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആരാ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്? എപ്പോഴും ആരാ? പുത്രനാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, പഴയ നിയമം വായിക്കുമ്പോൾ മോശ ദൈവത്തെ കണ്ടു, ശരിയല്ലേ? അബ്രഹാം ദൈവത്തോട് സംസാരിച്ചു. ഇവരൊക്കെ ആരെയാ കണ്ടേ? ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിതാവ് പുത്രനായി വെളിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ആരും കണ്ടിട്ടില്ല.
ഹല്ലേലൂയ. ഞാൻ പിന്നീട് താഴോട്ട് വരാൻ നമുക്ക് മനസ്സിലാവുന്നത്. ശരി, മോശ കണ്ടു, അബ്രഹാം കണ്ടു, അവരാരെ കണ്ടേ? നമുക്ക് താഴോട്ട് നോക്കാം. ഓക്കെ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു തൻ്റെ എല്ലാ പ്രവൃത്തികളിലൂടെയും താൻ സൃഷ്ടികർത്താവായ യാഹ്വേ ദൈവമാണ്, യഹോവയായ ദൈവമാണ് താനെന്ന് വെളിപ്പെടുത്താൻ എല്ലാ കാര്യത്തിലും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പലയിടത്തും കാണാനായി കഴിയും. ഓക്കെ, മാത്രമല്ല യേശു പല തരത്തിലാണ് രോഗികളെ സൗഖ്യമാക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കണ്ണ് കാണാത്ത ആൾ വന്നാൽ ചിലപ്പോൾ കൈവച്ച് സൗഖ്യമാക്കും, ചിലപ്പോൾ പറയും സൗഖ്യമാകാമെന്ന് പറയും. ഒരിക്കൽ യേശു ഒരു അന്ധനായ വ്യക്തി അടുത്ത് വന്നപ്പോൾ യേശു പറഞ്ഞു, അവന് സൗഖ്യം വേണമെന്ന് അടുത്ത് നിൽക്കുമ്പോൾ യേശു തറയിലേക്ക് ഇങ്ങനെ തുപ്പി, തറയിൽ തുപ്പിയിട്ട് ചേറ് കുഴച്ച് ഇങ്ങനെ എടുത്തു, എന്നിട്ട് അവൻ്റെ കണ്ണിലേക്ക് പൂശി. ആൾക്കാർ കണ്ടു നിൽക്കുകയാണ്. അവരെല്ലാവരും അതിശയിച്ചിട്ട് പറഞ്ഞു, ആ മകൻ സൗഖ്യമായും പറഞ്ഞു, ഇതുവരെ ഇതുപോലത്തെ ഒരു സംഭവം നമ്മൾ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ആശ്ചര്യപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല, തറയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ആ സ്ഥലത്തേക്ക് നനച്ചു പോകുന്നു. അർത്ഥം എന്താണ്? തറയിലെ മണ്ണ് എങ്ങനെയായിരിക്കും? വെറും പൊടി ആയിരിക്കത്തില്ല, അത് നനവുള്ളതായിരിക്കും. ആണോ അല്ലയോ? അടുത്ത 7-ാമത്തെ വാക്യം പറയുന്നു, ദൈവം ആ മണ്ണെടുത്ത് മനുഷ്യന് ഉണ്ടാക്കി. അതായത് നനവുണ്ടായിരുന്ന ആ മണ്ണിനെയാണ് മനുഷ്യനെ മെനയാനായി സൃഷ്ടികർത്താവായ ദൈവം ഉപയോഗിച്ചത്. അതേ ദൈവം തൻ്റെ വായിൽ തുപ്പല് തറയിലേക്ക് തുപ്പിയിട്ട് ആ മണ്ണ് കുഴച്ച്, താനാണ് ആ ക്രിയേറ്റർ, ഇന്നും എനിക്ക് മാറ്റമില്ല, ഇന്നും നിന്റെ കണ്ണുകളെയും നിന്റെ കിഡ്നിയെയും പുതുതായി സൃഷ്ടിക്കാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ട് എന്ന് കാട്ടിക്കൊടുക്കുകയായിരുന്നു. ആ മകന്റെ പുറത്തേക്ക് ആ ചെളിയെ വെച്ച് പുരട്ടുമ്പോൾ, ഞാനാണ് ആ സൃഷ്ടികർത്താവായ ആദമിനെ നിർമ്മിച്ച, ആദമിനെ ആ ഗാർഡനിൽ ഉണ്ടാക്കിയ അതേ ദൈവം തന്നെയാണ് ഞാനെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല, പക്ഷെ അന്നത്തെ യഹൂദന്മാർക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ പല പ്രവൃത്തികളും നമുക്ക് നോക്കി അറിയാൻ പറ്റും. യഹൂദന്മാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുമായിരുന്നു. ഹല്ലേലൂയ. ഒരു വചനം ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുൾ ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകളായ സാക്ഷ്യപലക 2 അവൻ്റെ പക്കൽ കൊടുത്തു. ഹല്ലേലൂയ. ദൈവം മോശയ്ക്ക് കൊടുത്ത പലക, കൽപ്പനകൾ എഴുതി കൊടുത്ത ആ ഫലകം ദൂതന്മാരെ കൊണ്ട് എഴുതിയതല്ല, ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതി. മോശ ഏൽപ്പിച്ചത് എങ്ങനെയാണ്? തൻ്റെ വിരൽ കൊണ്ട് എഴുതിയാണ് ദൈവം കൊടുത്തത്. അടുത്തൊരു വാക്യം വായിച്ചേ. ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ, ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലക യഹോവ എൻ്റെ പക്കൽ തന്നു. ആമേൻ. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പനകൾ. ആ കൽപ്പനകൾ ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് എഴുതിയിരുന്നത്. ഹല്ലേലൂയ. അപ്പോ മോശയുടെ കയ്യിൽ കൊടുത്ത ന്യായപ്രമാണം എങ്ങനെ എഴുതി? ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതി. ശ്രദ്ധിച്ച് കേൾക്കണം, ദൈവം തൻ്റെ വിരൽ കൊണ്ടാണ് എഴുതിയത്. മോശയുടെ ന്യായപ്രമാണം എങ്ങനെ എഴുതി? വിരൽ കൊണ്ട് എഴുതി. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിങ്ങൾ എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അറിയാൻ പറ്റും. ആ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്: യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ അവർ കൊണ്ടുവരികയാണ്. വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ അവർ കൊണ്ടുവന്നിട്ട് അവർ യേശുവിനോട് പറയുന്ന ഒരു രംഗമുണ്ട്. ആ വാക്യമായി 5-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ. യേശുവിനെ പരീക്ഷിക്കാനായിട്ട് അവർ വരികയാണ്. യേശുവിനെ എങ്ങനെയെങ്കിലും കുടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, യേശുവെ, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എവിടെ പറഞ്ഞിരിക്കുകയാണ്? മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് പരീക്ഷന്മാർ യേശു പറയാണ്. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. നീ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? യേശുവോട് ചോദിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ സ്ത്രീയെ പിടിച്ചാൽ, വ്യഭിചാരത്തിൽ പിടിച്ചാൽ കല്ലെറിയണം. നീ എന്താണ് ഇവളെ കുറിച്ച് പറയുന്നത്? ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. ഓക്കേ. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. യേശു എന്ത് ചെയ്തു? വിരൽ കൊണ്ട്
നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ന്യായപ്രമാണം മോശയ്ക്ക് കൊടുത്തപ്പോൾ എഴുതിയ അതേ വിരൽ ഇപ്പോൾ തറ ഗ്രൗണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. തൊട്ട് മുമ്പേ ഞാൻ വായിച്ചു, 2 സ്ഥലത്ത് നമ്മൾ എഴുതി വായിച്ചു. ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് ദൈവം എന്ത് എഴുതിയേ? ന്യായപ്രമാണം എഴുതി മോശയെ ഏൽപ്പിച്ചു. ഇവിടെ അതേ ന്യായപ്രമാണം ഉപയോഗിച്ച് ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തി യഹൂദന്മാർ വന്ന് നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ യേശു വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, അടുത്ത് പറഞ്ഞ വാക്ക് നോക്കി. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണം ഈ വാക്യം. നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. അടുത്ത യേശു വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടേയിരുന്നു. ഇതവിടെ നിൽക്കട്ടെ, ഒരു വാക്യം വായിച്ചേ. യെരമ്യാ പ്രവചനം 17-ാം അധ്യായം. നിങ്ങൾ ഈ വാക്യങ്ങൾ കഴിയുന്നവരെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, വീട്ടിൽ പോയി വായിക്കുക. യെരമ്യാ പ്രവചനം 17-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്ന ഏവനും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. എന്നെ വിട്ടുപോകുന്നവരെ ഞാൻ എവിടെ എഴുതി വയ്ക്കും? മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള ദൈവത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. അവർ, അതായത് ഇങ്ങനെ പറഞ്ഞാൽ, ജീവനുള്ള ജലത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു പോകുന്നവരെ അവൻ എവിടെ എഴുതി വയ്ക്കും? മണ്ണിൽ എഴുതി വയ്ക്കും. ഹല്ലേലൂയ. ഈ യെരമ്യാ പ്രവചനമൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു കൂട്ടം ആളുകളുടെ മുന്നിലാണ് യേശു എഴുതുന്നത്. നമുക്കറിയാം, ജീവജലത്തിന്റെ ഉറവയാകുന്ന കർത്താവിനെ ഉപേക്ഷിച്ചു പോയത് ആരാ? യഹൂദന്മാരാണ്. അവരോട് പറയാണ്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകുന്നു, നിങ്ങളുടെ പേരുകൾ ഞാൻ മണ്ണിൽ എഴുതുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവജലത്തിന്റെ ഉറവയാകുന്ന യേശു പറയാണ്, ഞാനാകുന്നു ജീവജലത്തിന്റെ ഉറവ, എന്നിൽ നിന്ന് വരുന്ന ഉറവ, എല്ലാം കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനും ഒരു നാളും ദാഹിക്കത്തില്ല, അത് അവനിൽ നിന്ന് ജീവജല നദിയായി പുറത്തേക്ക് ഒഴുകും എന്ന് പറഞ്ഞ യേശു പറയാണ്, 7-ാമത്തെ അധ്യായം നമുക്കറിയാം. യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം, യേശു പറയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ തൊട്ട് ഒരു മിനിറ്റ്, 8-ാം അധ്യായത്തിലാണ് ഇപ്പൊ നമ്മൾ വായിക്കുന്നത്. 7:36 പറയുന്നത്, ജീവജല നദിയാകുന്ന നദികൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകും, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്ന് യേശു പറഞ്ഞിട്ട് 8-ാമത്തെ അധ്യായത്തിൽ യേശു പഴയ നിയമത്തിൽ നിന്നും അവന്റെ കോട്ടിംഗ് ആയിരിക്കുന്ന യെരമ്യാ പ്രവചനത്തിന്റെ ഒരു നിവൃത്തി അവിടെ കാണിക്കുകയാണ്. ഈ ഉറവയാകുന്ന എന്നെ ഉപേക്ഷിച്ചു പോകുന്നവരെ, എന്നെ തിരിച്ചറിയാത്തവരെ ഞാൻ എവിടെ എഴുതി വയ്ക്കും? ഞാൻ മണ്ണിൽ എഴുതി വയ്ക്കും. അടുത്ത വചനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും, അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായിട്ട് അവിടെ നിന്ന് ഓരോരുത്തരായി വിട്ടുപോയി. ഹല്ലേലൂയ. അവരുടെ ഏറ്റവും വലിയ പാപം വ്യഭിചാരമോ ടാക്സ് പിരിക്കുന്നോ അല്ല. അവർ ഏറ്റവും വലിയ പാപം അവരുടെ രക്ഷകനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അവരുടെ ഹൃദയത്തെ ഒരു കുത്തുകൊണ്ടു. അവർക്ക് മനസ്സിലായി, ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത് ജീവജലത്തിന്റെ ഉറവയാണ്, ഇവനെ തള്ളിക്കളഞ്ഞ ഞങ്ങളെ കുറിച്ചാണ് ആ മണ്ണിൽ എഴുതുന്നതെന്ന് അവർക്ക് വ്യക്തമായി പിടികിട്ടിയപ്പോ അവർ മനസ്സിലായി, ഇതാണ് യഹോവ. കാരണം യെരമ്യാ പ്രവചനം പറയുന്നത് ഇങ്ങനെയല്ലേ? 17:13 എങ്ങനെയാണ്? യെരമ്യാവ് 17:13 വായിച്ച്. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. ശ്രദ്ധിച്ചിട്ടെ, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവയെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. അടുത്ത വചനം പറയുകയാണ്, ജീവജല ഉറവ. അതായത് ജീവജല ഉറവയാകുന്ന യേശുവിനെ അവിടെ പറയുകയാണ്, പഴയ നിയമത്തിൽ പറയുകയാണ്, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവ. ഹല്ലേലൂയ. അവിടെ യഹോവയായിരുന്നു, ഇവിടെ പറയാണ് ജീവജലത്തിന്റെ ഉറവയാകുന്ന കർത്താവിനെ അവർ തള്ളിക്കളയുമ്പോൾ യേശു അവരുടെ പേരുകൾ നിലത്തെഴുതുകയാണ്. ലിറ്ററലി അവരുടെ ഓരോരുത്തരുടെ പേരെഴുതുന്നല്ല ഉദ്ദേശിക്കുന്നത്, അവർക്കത് മനസ്സിലാകുകയാണ്. യേശു കുനിഞ്ഞിനെ എഴുതുമ്പോൾ, നിലത്തെഴുതുമ്പോൾ യേശു ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ പിന്നിലും വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും. വെറുതെ ഇരുന്ന് കുനിഞ്ഞെഴുതുകയല്ല. യേശു എഴുതുമ്പോൾ അവർക്ക് മനസ്സിലായി, ഇതൊരു പ്രൊഫറ്റിക് ഫുൾഫിൽമെന്റ് ആണ്, ഒരു പ്രവാചക ശബ്ദത്തിന്റെ നിവൃത്തിയാണ്. യെരമ്യാ പ്രവചനം പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അവനെ തള്ളിക്കളയുമ്പോൾ അവൻ ഞങ്ങളുടെ പേരുകളെ നിലത്തെഴുതും. ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലായി?
ഹല്ലേലൂയ. ഇറ്റ്സ് വണ്ടർഫുൾ. മനോഹരമായ ഒരു കാര്യമാണ്. കാരണം യോഹന്നാൻ 7:38 പറയുകയാണ്, ജീവജല ഉറവയാണ് യേശു. ഇവിടെ പറയുകയാണ്, ജീവജല ഉറവയാകുന്ന യേശുവിനെ തള്ളിക്കളഞ്ഞു പോകുന്നവരെ അവൻ നിലത്ത് എഴുതി വയ്ക്കും. അത് കണ്ടിട്ടാണ് അവർ അവനെ വിട്ട് നിരാശയോടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി മടങ്ങിപ്പോയത്. അതായത് ദൈവം അവിടെയും വീണ്ടും യേശു തെളിയിക്കുകയാണ്, ഞാൻ നിത്യനായ ആ യഹോവ ആണ് എന്ന് തെളിയിക്കുക. അതായത് പഴയ നിയമത്തിൽ എവിടെയൊക്കെ യഹോവ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെയും അത് പിതാവായ ദൈവമാണ്, അത് പുത്രനായ യേശുവാണ്, അത് പരിശുദ്ധാത്മാവുമാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞു വരുന്നത് പിതാവും യേശുവും ഒന്നല്ല. അതായത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇവർ 3 പേരും യാഹ്വേയാണ്. ആമേൻ. പിതാവ് യാഹ്വേയാണ്, പുത്രൻ യാഹ്വേയാണ്, പരിശുദ്ധാത്മാവും യാഹ്വേയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ എവിടെയൊക്കെ യാഹ്വേ എന്ന് പറയുന്നു അവിടെ ഒരാളെ മാത്രമല്ല, ഇത് 3 ഹല്ലേലൂയ. ഞാൻ കുറച്ചുകൂടി വിശദീകരിക്കുന്നത് കുറച്ചുകൂടി മനസ്സിലാവും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 56-ാമത്തെ വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56, യോഹന്നാൻ 8:56. ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഇത് നേരത്തെ സാധാരണ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് പാലല്ല, ഇത് ഇച്ചിരി കട്ടിയുള്ള ആഹാരമാണ്. ഇത് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാകൂ. ഇത് സിമ്പിളായിട്ട് അങ്ങ് പിടികിട്ടത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം അത്യാവശ്യമാണ്. പക്ഷെ ഇത് പിടികിട്ടിയാൽ ഇത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. പലർക്കും, എത്ര പേർക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ഒത്തിരി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കണോ, പിതാവിനോട് പ്രാർത്ഥിക്കണോ, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണോ? ഇനി യേശുവിനോട് പ്രാർത്ഥിച്ച പിതാവ് പണങ്ങോ, പിതാവിനോട് പറഞ്ഞാൽ യേശു പണങ്ങോ, ഇനി പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണ്ടേ? ഇങ്ങനെയൊക്കെ പല കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബി ഫ്രാങ്ക്, എനിക്ക് ഒത്തിരി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, എനിക്കത് തോന്നിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കണ്ണ് കത്താവ് തുറന്നപ്പോൾ എനിക്കിതെല്ലാം ക്ലിയറായി. എന്ന് നിങ്ങൾക്കതൊരു ക്ലാരിറ്റി വരണം. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്നത് ആരെയാണെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അവൻ്റെ മജസ്റ്റിക് ആയിട്ടുള്ള ആ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ നമുക്ക് മനസ്സിലാകണം. ഹല്ലേലൂയ. ഒരു വാക്യം ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 56-ാമത്തെ വാക്യം പറയുന്നു, യേശു പരീശന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇന്നും പലരും ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ മതം നൂറ്റാണ്ടിൽ മുമ്പുള്ളതാണ്, നമ്മുടെ മതം 5000 വർഷം മുമ്പുള്ളതാണ്, നമ്മുടെ മതം 10000 വർഷം മുമ്പുള്ളതാണ്, നിങ്ങളുടെ യേശു 2000 വർഷം മുമ്പുള്ളതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി യേശു പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്. എത്ര വർഷം എന്ന് കണക്കാക്കി നോക്കണം. അബ്രഹാം ജനിക്കുന്നതിന് മുന്നേ, അബ്രഹാം ജനിച്ചതിന് മുന്നേ ഞാനുണ്ട്. അതാണ് മലയാളം വേർഷൻ. ഇംഗ്ലീഷ് വേർഷൻ ഇതിനാണ്, ബിഫോർ അബ്രഹാം വാസ് ബോൺ ഐ ആം. തൊട്ടടുത്ത വാക്യം കാണാൻ പറ്റും എന്തുകൊണ്ടാണ് അവർ കല്ലെടുത്തതെന്ന്. അടുത്ത വചനം പറയുന്നത് അവർ കല്ലെടുത്ത് എറിയുവാനായി എടുത്തു. എന്തിനാണ്? കാരണം യേശു പറയാണ് ഐ ആം. വാവ്, ഐ ആം, ദാറ്റ് മീൻസ് യാഹ്വേ. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ യാഹ്വേ ഉണ്ട് എന്നാണ് യേശു പറഞ്ഞു. അവർക്കറിയാം, അന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഞാനുണ്ട് എന്നല്ല യേശു പറഞ്ഞത്. ഐ ആം എന്ന വേർഡ് എവിടെ വന്ന അവർക്കറിയാം അത് യാഹ്വേ ആണ്. കാരണം ഉൽപ്പത്തിയിൽ മോശയോട് ദൈവം വെളിപ്പെടുത്തും പറയും, മോശ ചോദിക്കും, ദൈവമേ അങ്ങയുടെ പേരെന്താണ്? ദൈവം പറയും ഐ ആം, യാഹ്വേ. സാധാരണ ഹീബ്രുവിൽ വെറും 4 അക്ഷരമാണ്, YHWH, യാഹ്വേ. ഐ ആം, ഞാനാകുന്നവൻ, ഞാനാകുന്നു. ആരും ആ നാവിൽ ഉച്ചരിക്കാൻ പോലും ധൈര്യപ്പെടാത്തൊരു പേരായിരുന്നു യാഹ്വേ. യഹൂദന്മാർക്ക് ഭയമാണ് അത് നാവിൽ ഉച്ചരിക്കാൻ. അവർ പലപ്പോഴും അത് യാഹ്വേ എന്നുള്ളത് എഴുതണമെങ്കിൽ പോലും അവരുടെ പേനയുടെ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക ഒരു പേന ഉപയോഗിക്കുന്ന ആ വാക്ക് മാത്രം എഴുതാൻ വേണ്ടി അത്ര വിശുദ്ധമായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലത്താണ് യേശു പറയാണ്, അബ്രഹാം ജനിക്കുന്ന മുമ്പേ യാഹ്വേ, ഐ ആം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കേട്ടതോടെ അവർ കല്ലെടുത്ത് യേശുവിനെ എറിയാനായിട്ട് തുനിയാണ്. കാരണം അവർക്കത് സഹിക്കുന്നതിന് അപ്പുറമാണ്. യേശു തന്നെ പറഞ്ഞു ഐ ആം, ഞാനാണ് യാഹ്വേ. ഹല്ലേലൂയ. അതുപോലെ തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട്, യേശുവേ ഞങ്ങൾക്ക് ആ പിതാവായ ദൈവത്തിന് കാണിച്ചു തരുമോ? മോശ കണ്ടിട്ടുണ്ട്, അബ്രഹാം കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? സ്വാഭാവിക ഒരു ആഗ്രഹമല്ലേ? യേശുവിനോട് ചോദിക്കുവാണ്. യേശു പറഞ്ഞു,
ഫിലിപ്പോസേ, ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അബ്രഹാം മോശയെ കണ്ടതുപോലെ അല്ല, ഞാൻ നിന്റെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്നു. ഇതുവരെ നീ എന്നെ കണ്ടില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാം കണ്ടത്, മോശ കണ്ടത്, അപ്പൊ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. ഹല്ലേലൂയ. അവരാരും തന്നെ ദൈവത്തെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ കണ്ടില്ല. പകരം പുത്രൻ വെളിപ്പെടുത്തിയിട്ടല്ലാതെ ആരും കാണത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് പിടിയിട്ടില്ല. കാരണം ഫിലിപ്പോസ് പറയാണ്, ഞങ്ങൾക്ക് പിതാവിനൊന്ന് കാണിച്ചു തരണം. അപ്പൊ യേശു പറയും, ഇത്രയും നാൾ നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ ഇത്രയും നാളിനുണ്ടായിരുന്നു, നീ കണ്ടില്ലേ? എന്നെ കണ്ടോ, നീ പിതാവിനെ കണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാനും പിതാവും ഒന്നാകുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, ശ്രദ്ധിച്ചേക്കണേ, അതിനുശേഷം അബ്രഹാമിന് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് വെർഷൻ, ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു അബ്രാം ഇൻ എ വിഷൻ. ഒരു ദർശനത്തിൽ ദൈവത്തിന്റെ വചനം ആർക്ക് വന്നു? വെളിപ്പെട്ടു. അബ്രഹാമിന് വെളിപ്പെട്ടു. ഹല്ലേലൂയ. തൊട്ട് താഴെ വായിക്കും, മനസ്സിലാക്കും. ആ വചനം സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. തൊട്ട് താഴെ വാക്കിൽ വായിക്കാൻ പറ്റും. അടുത്തിങ്ങനെ ഇരിക്കുന്നത് സേയിങ്. എന്നിട്ട് ആ ദർശനത്തിൽ ആ വചനം സംസാരിക്കുകയാണ്. എന്താ സംസാരിച്ചേ? അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ആമേൻ. അതിന് അബ്രാം, കർത്താവായ യഹോവേ, ശ്രദ്ധിച്ചേക്കണേ, ലോർഡ് യാഹ്വേ, കർത്താവായ യഹോവേ. യഹോവേ അബ്രഹാം വിളിക്കുകയാണ്, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഈ എലേസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി. അടുത്ത വചനം. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്ന്, ശ്രദ്ധിച്ചേക്കണേ, പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു. ആര്? ദൈവം അവനെ, അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ ആദ്യം പറഞ്ഞു ദൈവത്തിന്റെ വചനം, ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു അബ്രഹാം എന്നാണ്. അതായത് ദൈവത്തിന്റെ വചനം അബ്രഹാമിന്റെ അടുക്കിലേക്ക് വന്നു. ആരാണ് വചനം? The word of the Lord came to Abraham and saying, അബ്രഹാമിന്റെ അടുക്കൽ വന്ന വചനം എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നുണ്ട്. The word of the Lord, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായി. ആ വചനം അബ്രഹാമിന്റെ അടുക്കൽ വന്നു, അബ്രഹാമോട് സംസാരിക്കുകയാണ്. അബ്രഹാമേ, നീ പുറത്തു വാ. കരം പിടിച്ച് അബ്രഹാമിനെ പുറത്തു കൊണ്ടുപോയി. 5-ാമത്തെ വാക്യത്തിൽ പറയാണ്, പുറത്തു കൊണ്ടുപോയി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാം കണ്ട യാഹ്വേ ദ വേർഡ് ഓഫ് ദ ലോർഡ് ആണ്. ഹല്ലേലൂയ. അതായത് യേശുവായിരുന്നു. ഹല്ലേലൂയ. യേശു പറയാണ്, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്, അവൻ എന്നെ കാണുമെന്ന് ആഗ്രഹിച്ചു, അവൻ കണ്ടുമിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാം വേർഡ് ഓഫ് ദ ലോർഡിനെയാണ് കണ്ടത്, ദൈവത്തിന്റെ വചനത്തെ. ആ വചനം അവനോട് സംസാരിച്ചു, അവനെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോയി, അവൻ ആകാശ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇറ്റ്സ് വണ്ടർഫുൾ. ഹല്ലേലൂയ. നമുക്കറിയാം യേശുവിനെ കുറിച്ച് പറയുന്നതിനാണ്, യേശു ദൈവത്തോടുള്ള തന്റെ സമത്വം മുറുകെ പിടിക്കാതെ. അതിനർത്ഥം എന്താ? അർത്ഥം എന്തുവാ? അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വത്തെ മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച്. മനോഹരമായ വാക്യമാണ്, ശ്രദ്ധിച്ചു കേട്ടെ. ആ ഒരു വാക്യം മാത്രം മതി. അവൻ ദൈവമായിരിക്കെ എന്ന് വെച്ചാൽ അവൻ ദൈവമാണ്. സിമ്പിൾ. യേശു ദൈവമായിരിക്കെ, അവിടെ തന്നെ തീർന്നു. ഒറ്റ കാര്യമുള്ളൂ, ഹി ഈസ് ഗോഡ്. അവൻ ദൈവമാണ്. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം, ദൈവത്തിന് തുല്യമായുള്ള തന്റെ പൊസിഷനെ വേണ്ടാന്ന് വെച്ചിട്ട് അത് മുറുകെ പിടിച്ച് നിൽക്കാതെ തന്നെത്താൻ ഒഴിച്ച്, തന്നെ ആ ദൈവമായിരിക്കുന്ന തന്റെ എല്ലാ പൊസിഷനെ മാറ്റിവെച്ച് വേഷത്തിൽ മനുഷ്യനായി, നമ്മെപ്പോലെ ദാസനായി മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. The Almighty God, the Creator, ആദിയിൽ സകലത്തിനെയും സൃഷ്ടിച്ച യാഹ്വേ
ദ വേർഡ്, വചനമായ ദൈവത്തോട് കൂടെ ഇരുന്നവൻ, ദൈവത്തിന്റെ മടിയിലിരുന്നവൻ, അവൻ താൻ ദൈവമായിരിക്കെ താൻ ദൈവമാകാതെ മനുഷ്യനായി തൻ്റെ എല്ലാം മാറ്റിവെച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? നമ്മുടെ അടി കൊള്ളാൻ, നമ്മുടെ തുപ്പലേക്കാൻ, നമ്മുടെ ചീത്ത കേൾക്കാൻ, നമ്മുടെ കളിയാക്കൽ കേൾക്കാൻ, എന്നിട്ടും നമ്മെ സ്നേഹിക്കാൻ. ഒരു തരത്തിൽ യഹൂദന്മാർ യാഹ്വേ എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ പേടിച്ചിരുന്ന കാലത്ത് അതേ യാഹ്വേ ജഡത്തിൽ അവരുടെ മുന്നിലേക്ക് അവർക്ക് അടിക്കാനായി, അവർക്ക് തുപ്പാനായി ഇറങ്ങി വന്ന് നിന്നു കൊടുത്തു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ അനാദിയായ സ്നേഹം. ഈ ഭൂമിയിലേക്ക് തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ എല്ലാവരാലും അടിയേറ്റ് അവൻ ഈ ഭൂമിയിൽ തൻ്റെ ആത്മാവിനെ വിട്ടുകൊടുത്ത് മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് പറയുകയാണ്, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എൻ്റെ മേൽ നൽകപ്പെട്ടിരിക്കുകയാണ്. ഓൾ അതോറിറ്റി, എല്ലാ അധികാരങ്ങളും. എനിക്ക് ഒത്തിരി വാക്കുകൾ എടുക്കാനുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക, 7-ാം അധ്യായം വായിക്കുമ്പോഴൊക്കെയും അവിടെ യേശുവെ കുറിച്ചുള്ള പ്രവചനം കാണാൻ കഴിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക, ഇപ്പോൾ എടുക്കാനുള്ള സമയമില്ല. അവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നുണ്ട്, എല്ലാ ഭാഷകളും, എല്ലാ ഗോത്രങ്ങളും, എല്ലാ ജനതകളും യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാ പേരും അവന്റെ നാമത്തെ ഏറ്റുപറയുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സകല അധികാരങ്ങളും അവന് നൽകപ്പെട്ടതായി എഴുതപ്പെട്ടിട്ടുണ്ട്. മനുഷ്യപുത്രന് സകല അധികാരം നൽകുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, ദിദിമോസ് എന്ന് പറയുന്ന തോമസ്, അവിടെ ശിഷ്യന്മാര് പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ദിദിമോസ് പറയും, ഞാൻ അവന്റെ ആണിപ്പഴുത് കാണുകയും അതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. ദിദിമോസ് പറയുകയാണ്, ഞാൻ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ, ഉയർത്തി വിശ്വസിക്കണമെങ്കിൽ ഞാൻ അവന്റെ ആണിപ്പഴുത് കാണണം, അതിൽ വിരലിടണം, വിലാപ്പുറം കാണണം, എങ്കിലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. 8 ദിവസം കഴിയുമ്പോഴേക്കും യേശു വീണ്ടും അവർ കൂടിയിരിക്കുമ്പോൾ ദിദിമോസും ഉണ്ട്. ദിദിമോസ് എന്ന തോമസ്, യേശു അവരുടെ മധ്യേ കടന്നു പറയും, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് യേശു തോമസിനോട് പറയും, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, നീ വന്നിട്ട് വാ, എൻ്റെ കയ്യിലൊന്ന് തൊട്ട് നോക്ക്. അപ്പോ തോമാസ് തൊട്ട് നോക്കിയിട്ട് 28-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ, മൈ ലോർഡ് ആൻഡ് മൈ യാഹ്വേ. യേശുവോട് പറയാണ്, മൈ ലോർഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യു ആർ മൈ ലോർഡ്, യു ആർ മൈ ഗോഡ്. നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. അവിടെ തോമസിനോട് യേശു പറയുന്നുണ്ട്, നീ എന്നെ കണ്ടിട്ട് വിശ്വസിച്ചു, പക്ഷെ ഒരു കൂട്ടർ എന്നെ കാണാതെ ഞാൻ ദൈവമെന്ന് വിശ്വസിക്കുന്നുണ്ട്, അവർ ഇതിനേക്കാൾ ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ. തോമസ്, നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ ഞാൻ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ അതിനേക്കാൾ ഭാഗ്യമുള്ളവർ. ഈവൻ ബ്ലസ്ഡ് മോർ എന്നാണ്, അവർ അധികം അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ്. ഹല്ലേലൂയ. യേശു നിത്യമായും രാജാതി രാജാവാണ്. ഹല്ലേലൂയ. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്. അവൻ രാജാതി രാജാവാണ്. അവൻ 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഒരാളല്ല. അവൻ നിത്യനായ ദൈവമാണ്. സകല മനുഷ്യനും ജീവൻ നൽകുന്ന, സകലതിനെയും സൃഷ്ടിച്ച തമ്പുരാനാണ് യേശു. ഹല്ലേലൂയ. ആ നാമത്തെ വിളിക്കുവാൻ എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഒരു വാക്യം വായിച്ചേ, യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, ആരാ പറയുന്നേ? ഇസ്രായേലിന്റെ രാജാവാകുന്ന യഹോവ. യഹോവ പറയുകയാണ്, ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. ആമേൻ. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. ഹല്ലേലൂയ. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. അടുത്തൊരു വാക്യം, യെശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിന്റെ 12 വായിച്ചേ. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്കാം. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു. ആമേൻ. ശ്രദ്ധിച്ചു കേൾക്കണേ, യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ശ്രദ്ധിച്ചേ, എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ അതിനെ വിരിച്ചു.
ഇവിടെ പറയുകയാണ്, യഹോവയെ ദൈവം പറയാണ്, ഞാൻ ആദ്യനാണ് അന്ത്യനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നെല്ലാം പറയുകയാണ്. എന്നാൽ നിങ്ങൾ ഇത് രണ്ടും പഴയ നിയമത്തിൽ വായിച്ച, ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു. ആര് പറയുകയാണ്? യേശു പറയുകയാണ്. നേരത്തെ യാഹ്വേ, യഹോവയായ ദൈവം പറഞ്ഞ നമ്മൾ കേട്ടു, രണ്ടിടത്തും കേട്ടു. ഇവിടെ യേശു പറയുകയാണ്. ഒത്തിരി വചനങ്ങളുണ്ട്, എനിക്ക് എല്ലാം എടുക്കാൻ സമയമില്ല. യേശു യോഹന്നാനോട് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഓക്കെ, ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശു പറയുകയാണ്, നേരത്തെ യഹോവ പറഞ്ഞു, ഇവിടെ യേശു പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ ആൽഫയാകുന്നു, ഒമേഗയാകുന്നു, ഞാൻ തുടക്കക്കാരനും ഒടുക്കക്കാരനും ആകുന്നു. അതിനർത്ഥം ജീസസ് ഈസ് ദ യാഹ്വേ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമത്തിൽ യാഹ്വേ, പുതിയ നിയമത്തിൽ യേശു. ഈ രണ്ടിടത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്കൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. നമുക്ക് 3 ദൈവങ്ങളില്ല, ഒറ്റ ദൈവമുണ്ട്. യാഹ്വേ ഈസ് വൺ ഗോഡ്. ഹല്ലേലൂയ. ഒരേ ഒരു ദൈവമേ ഉള്ളൂ നമുക്ക്, യാഹ്വേ. ശ്രദ്ധിച്ച് കേൾക്കണേ, യാഹ്വേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഒരു വിവാഹ സമയത്ത് ഭർത്താവും ഭാര്യയും നിൽക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇനിമേൽ 2 അല്ല 1 അത്രേ. ആണോ അല്ലയോ? അപ്പോഴേക്കും ഞാനും ദിവ്യയും വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിയുമ്പോൾ അവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന അച്ഛൻ പറയുകയാണ്, നിങ്ങൾ ഈ 2 അല്ല 1 അത്രേ. എന്ന് വെച്ചാൽ 2 പേർക്ക് 2 കാൽ, ഇനി 4 കാലില്ല 2 കാല്, 4 കൈയില്ല 2 കൈ, 2 തലയില്ല 1 തല എന്നാണോ? ആണോ? പൗലോസ് പറയുന്നുണ്ട്, ഞാനിത് ക്രിസ്തുവിനെ കുറിച്ചുള്ള മിസ്റ്ററി ആയിട്ട് പറയുകയാണ്. ഇവിടെ വിവാഹത്തിൽ 2 പേർ 2 വ്യക്തിത്വങ്ങൾ തന്നെയാണ്, പക്ഷെ അവരിനി 2 അല്ല 1 അത്രേ. അതുപോലെ പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ്, അവർ 3 വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിലും അവർ 1 അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറ്റ്സ് എ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്ന് പറയും. പൗലോസ് പറയാണ്, എന്താ പറയുക, വിശുദ്ധിയുടെ മർമ്മം അത് ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഹല്ലേലൂയ. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നമുക്കിത് 3 എവിടെ കാണാൻ കഴിയുന്ന അറിയാം. ഉദാഹരണം പറഞ്ഞാൽ, യേശു യോർദാനിൽ സ്നാനമേറ്റപ്പോൾ, പുത്രനായ യേശു യോർദാനിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗം തുറന്ന് പിതാവ് അരുളി ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇതാ വരുന്നു, യേശുവിൻ്റെ മേൽ വരുന്നു. 3 പേരെയും കാണാൻ പറ്റും. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ 3 പേരുടെയും പേര് യാഹ്വേ. യാഹ്വേ, യാഹ്വേ എന്ന് വെച്ചാൽ അത് പിതാവിൻ്റെ പേരല്ല, അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരാണ്. ഹല്ലേലൂയ. പിതാവ് യാഹ്വയാണ്, പുത്രൻ യാഹ്വയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ വാക്യങ്ങളെല്ലാം എടുത്തത്. കാരണം പിതാവായ ദൈവം പറയുകയാണ്, ഞാൻ ആദ്യനാണ് അന്ത്യനാണ്, ഞാൻ ഒമേഗയാണ് ആൽഫയാണ്. യേശുവും പറയുന്നുണ്ട്, ഞാൻ ആൽഫയാണ്, ഞാൻ ഒമേഗയാണ്. ഹല്ലേലൂയ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരിക്കലും വിചാരിക്കരുത് യേശു പിതാവായ ദൈവം എല്ലാം ഒന്നാണ്. അല്ല, ചില അങ്ങനെ ചിന്തിക്കും. 3 ചില അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 3 ഫോമാണ്. വെള്ളം പോലെയാണ്, വെള്ളമായിട്ടിരിക്കും, കുറച്ച് കഴിഞ്ഞ് ഐസ് കട്ടയായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് നീരാവിയാവും. അതൊക്കെ മാനുഷിക ബുദ്ധിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതൊന്നുമല്ല. അത് ഒന്നിനെ മാറ്റി മറ്റൊന്നാക്കുന്ന അങ്ങനെയല്ല. 3 പേർക്കും അവരുടേതായ എക്സിസ്റ്റൻസ് ഉണ്ട്. ഉൽപ്പത്തി മുതൽ നമുക്ക് നോക്കിയ എവിടെയും ഈ 3 പേരെയും കാണാൻ പറ്റും. പിതാവിനെയും കാണാൻ പറ്റും, പുത്രനെയും കാണാൻ പറ്റും, പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റും. ചെയറിങ് എടുത്ത് നിങ്ങൾക്കത് ഒന്നുകൂടി ഞാൻ ക്ലാരിറ്റി വരുത്തി പറഞ്ഞുതരാം. ആദിയിൽ, ഉൽപ്പത്തിയിൽ ദൈവം, നമ്മൾ സാധാരണ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് 3 എൻറ്റിറ്റി ഇല്ലെങ്കിൽ, ഓക്കെ, പിതാവായ ദൈവം ഇരിക്കുകയാണ്. ഓക്കെ, വചനം പറയുന്നു ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകും. ഓക്കെ, ദൈവം ഒരാളെ മാത്രമായിരുന്നെങ്കിൽ, പിതാവായ ദൈവം മാത്രമാണെങ്കിൽ ദൈവം ആരെയായിരുന്നു സ്നേഹിച്ചിട്ടുണ്ടാകും? ഹീ ഈസ് ലവ്. താൻ തന്നെ സ്നേഹിക്കാനേ പറ്റുള്ളൂ, അല്ലേ? വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ദൈവം തന്നെ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം ആരെങ്കിലും സൃഷ്ടിച്ചാൽ എന്തിനാണ് ഈ സൃഷ്ടിക്കുന്നത്? തന്നെ സ്നേഹിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലേ? ഒരാവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും സൃഷ്ടിക്കുന്നത്, ശരിയല്ലേ?
പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെ ആയിരുന്നില്ല. വചനം പറയുന്നത് പെരിക്കറോസസ് എന്നാവും അതിനെക്കുറിച്ച് തിയോളജിൻസ് പറയുന്നത്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആദിയിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ നാം, ഞാൻ എൻ്റെ സ്വരൂപത്തിൽ നിന്നല്ല, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അവർ പരസ്പരം ഉണ്ടായിരുന്ന ആ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കിൽ നിന്നാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ സ്നേഹമായിരുന്ന ആ ദൈവം തൻ്റെ സ്നേഹത്തെ നമ്മിലേക്ക് പകരുവാൻ, നമ്മെ സ്നേഹിക്കുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മെ സൃഷ്ടിച്ചതല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടായിട്ട് നിർമ്മിച്ചതല്ല. നമ്മൾ മക്കളെ അടുത്ത തലമുറയെ ഉണ്ടാക്കുമ്പോൾ അവർ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ സന്തോഷത്തിൽ നിന്ന്, നമ്മുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് അവർ വരുന്നത്. അതുപോലെ തന്നെ ദൈവം, സ്നേഹമാകുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ കുടുംബത്തിലേക്കാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ഇപ്പോൾ പോയ തീരത്തില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, ഞാൻ വളരെ വേഗത്തിൽ പോയി അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, അതിൻ്റെ 6-7 വാക്യങ്ങൾ. പിന്നെയും അവൻ എന്നോട് അരുൾ ചെയ്തത്. ആരോട് പറഞ്ഞു? ശ്രദ്ധിക്കണേ. യേശു യോഹന്നാനോട് പറയുകയാണ്, സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. കണ്ടോ, വീണ്ടും യേശു പറയുകയാണ്, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായി. എന്താ അവകാശം എന്നറിയാമോ? അവകാശം അടുത്ത് പറയാണ്, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഹല്ലേലൂയ. യേശു പറയാണ്, ഞാൻ ആരെന്തായിരിക്കും? ഞാൻ ദൈവമായിരിക്കും. ഞാൻ അവന് ദൈവമായിരിക്കും, അവൻ എനിക്ക് മകനായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ വരുന്നവന് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം, ഞാൻ കൊടുക്കുന്ന അവകാശം എന്താണ്? ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഹല്ലേലൂയ. ജീസസ് ഈസ് ഗോഡ്. യേശു ദൈവമാണ്, നമ്മൾ അവൻ്റെ മകനാണ്. ഹല്ലേലൂയ. അവൻ ഈ ഭൂമിയിലേക്ക് നമ്മുടെ സ്വരൂപത്തിൽ ഇറങ്ങി വന്ന് നമ്മെ സഹോദരങ്ങൾ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ മഹാസ്നേഹമാണ്. യേശു പറയാണ്, ഞാൻ നിങ്ങളെ സഹോദരങ്ങൾ എന്ന് വിളിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ മകൻ എന്ന നിലയിൽ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ അവൻ നമ്മുടെ സഹോദരനായി മാറി. ഹല്ലേലൂയ. വാട്ട് എ വണ്ടർഫുൾ ലവ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിക്കും പറയാൻ പറ്റില്ല ഞാൻ ആദ്യനും അന്ത്യനുമാണ്. പറ്റുമോ? ഇനി ദൈവത്തിന്റെ മകനായി ജനിക്കപ്പെട്ടയാണ് യേശുവെങ്കിൽ ഒരിക്കലും ആദ്യനാവൂ? പറ. ഒരു പിതാവും മകനും ഒരുമിച്ച് ജനിക്കുമോ? യേശു തന്നെ പുത്രനാക്കി മാറ്റുകയാണ്, പൊസിഷൻ ചെയ്യുകയാണ്. ഇറ്റ്സ് എ പൊസിഷൻ. ഹല്ലേലൂയ. പിതാവിന് ശേഷം ഉണ്ടായി എന്ന അർത്ഥത്തിലല്ല. കാരണം യേശു പറഞ്ഞ ഐ ആം ദ ബിഗിനിങ്. അവരുടെ സ്ഥാനങ്ങളിൽ ഹൈറാർക്കി ഇല്ല. പിതാവ് വലുത്, യേശു കുറച്ച് ചെറുത്, പരിശുദ്ധാത്മാവ് കുറച്ച് ചെറുത്, അങ്ങനെ ഇല്ല. കാരണം യേശു പറഞ്ഞ ഐ ആം ദ ബിഗിനിങ്, ഐ ആം ദ ആൽഫ. എനിക്കും തുടക്കമില്ല, എനിക്കും ഒടുക്കമില്ല. ഹല്ലേലൂയ. സൃഷ്ടിക്കപ്പെട്ട ഒന്നിനാണെങ്കിൽ തുടക്കമുണ്ട്, ശരിയല്ലേ? യേശു സൃഷ്ടിക്കപ്പെട്ട ഒരാളല്ല, അൺക്രിയേറ്റഡ് ഗോഡാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? ഞാനൊരു സാധനം ഉണ്ടാക്കിയാൽ അതിനൊരു തുടക്കമുണ്ട്, ശരിയല്ലേ? അതിനൊരു ആരംഭമുണ്ട്. യേശു പറയാണ് ഐ ആം ദ ബിഗിനിങ്. എനിക്ക് തുടക്കമില്ല, ഞാൻ ആദ്യനുമാണ് അന്ത്യനുമാണ്. ഹി ഈസ് എ എറ്റേണൽ ഗോഡ്. നിത്യനായ ദൈവമാണ്. വണ്ടർഫുൾ. ഹല്ലേലൂയ. യേശു നിത്യനായ ദൈവമാണ്. ചിലർ പറയും ഞാൻ യേശുവിനെ പിതാവായ ദൈവത്തെ ആരാധിക്കത്തുള്ളൂ. സത്യത്തിൽ ഈ പിതാവായ ദൈവം പറയാണ്, ഞാൻ ന്യായവിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിതാവ് ആരെയും വിധിക്കുന്നില്ല. പുത്രനെ ആദരിക്കുന്നവൻ എന്നെ ആദരിക്കുന്നു. എന്ന് വെച്ചാൽ യേശുവിനെ ആദരിക്കാതെ പിതാവിനെ ആദരിക്കാൻ കഴിയത്തില്ല. Amen. When we honor Jesus, we honor the Father. When we honor Father, we honor the Holy Spirit. പരിശുദ്ധാത്മാവിനെ മാനിക്കുമ്പോൾ നമ്മൾ യേശുവിനെ മാനിക്കുകയാണ്. യേശുവിനെ മാനിക്കുമ്പോൾ പിതാവിനെ മാനിക്കുകയാണ്. പിതാവിനെ മാനിക്കുമ്പോൾ അവർക്ക് തമ്മിൽ ഈഗോ ഇല്ല. ഹല്ലേലൂയ. അവർ പരസ്പരം പൂർണ്ണ സ്നേഹത്തിലാണ്. യേശു പറയുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അതർ സെൻറ്റേഡ് ലവ്, സെൽഫിഷ് അല്ല, എൻ്റെ എന്നുള്ള തോന്നലില്ല. അതാണ് ദൈവിക സ്നേഹം.
ഹല്ലേലൂയ. ആ സ്നേഹത്തെയാണ് യേശു കാട്ടുന്നത്. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. കണ്ടോ, പിതാവിന്റെ ആഗ്രഹം എന്താണ്? പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്തു? പിതാവ് ആരെയും ന്യായം വിധിക്കാതെ, ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രനെ ഏൽപ്പിക്കാനുള്ള കാരണം, പിതാവിനെ നമ്മൾ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടത് തന്നെ. 1 യോഹന്നാൻ 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഞാൻ അതിൻ്റെ OLT വേർഷൻ, അതായത് ഹീബ്രു ഡയറക്റ്റ് വേർഷൻ വായിക്കാം. 1 John 5:7. There are testifying in the heaven. നമുക്ക് മലയാളത്തിൽ ക്ലാരിറ്റി ഇല്ല. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നത് 3 ഉണ്ട്. ദ ഫാദർ, ദ വേർഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. പിതാവായ ദൈവം, വചനമായ ദൈവം, പരിശുദ്ധ ആത്മാവാകുന്ന ദൈവം. ആൻഡ് 3 are 1. ഹല്ലേലൂയ. ഈ 3 പേരും ഒന്നാകുന്നു. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്. ആരൊക്കെയാണ്? പിതാവായ ദൈവം, വചനമാകുന്ന ദൈവം, പരിശുദ്ധാത്മാകുന്ന ദൈവം. ഇവർ 3ആണെങ്കിലും അവർ ഒന്നാണ്. ഹല്ലേലൂയ. ഇവർ 3ഉം ഒന്നാണ്. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കിട്ടും. അവിടെ നമുക്ക് അവസാനിപ്പിക്കും. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിലൂടെ തന്നെ വെളിപ്പെടുത്തി അരുളി ചെയ്തു. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇനി 8-ാമത്തെ വാക്യം വായിച്ചു, ശ്രദ്ധിച്ചു കേൾക്കണേ. 8-ാമത്തെ വാക്യത്തിൽ ദൈവം പുത്രനോട് പറയുകയാണ്. ദൈവം പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും. അങ്ങനെ വരുമോ? പിതാവായ ദൈവം പുത്രനോട് പറയുന്നതാണ്. എന്താ പറയുന്നത്? ദൈവമേ. പുത്രനെ വിളിക്കുന്നത് എങ്ങനെയാ വിളിക്കുന്നത്? പിതാവായ ദൈവം പുത്രനെ വിളിക്കുന്നത് എന്താ വിളിക്കുന്നത്? ദൈവമേ. ദൈവമേ. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ വിളിക്കുന്നത് ദൈവമേന്നാ. പക്ഷെ പലർക്കും, ലോകത്തുള്ള പലർക്കും ദൈവമേ വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. എത്ര മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ കണ്ണുള്ള ബൈബിൾ ഉണ്ടോ? അത് എല്ലാവരും കണ്ടോ? എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പിതാവായ ദൈവം പുത്രനെ വിളിക്കുകയാണ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. എത്രയോ പ്രാവശ്യം വായിച്ച വാക്യം എന്നറിയാവൂ? ഇത് ഇവിടെയാണ് എൻ്റെ തുടക്കം. ഈ മെസ്സേജിന്റെ തുടക്കം ഇവിടെന്നാ. ഇത് കണ്ടതും എന്താ പറയാ, ബ്ലോൺ ഔട്ട് ആയി പറയുന്നത് പറയാ, പോയി. പിതാവ് പുത്രനായി വിളിക്കുകയാണ് മൈ ഗാഡ്. പിതാവായ ദൈവം പുത്രനെ വിളിക്കുന്നത് മൈ ഗോഡ് എന്നാണ്. ഹല്ലേലൂയ. ഓ ഗോഡ്, ദൈവമേ എന്നാ വിളിക്കുന്നത്. ഓ ഗോഡ്. ഹല്ലേലൂയ. യേശുവിനെ പലർക്കും ദൈവമായിട്ട് കാണാനും അത് വിളിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിതാവായ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവം പറയാണ്, ഓ ഗോഡ് നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അടുത്ത് വായിച്ചേ. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവമേ നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം. അവർക്ക് പരസ്പരം ദൈവം എന്ന് വിളിക്കാൻ ഒരു ഈഗോയും ഇല്ല. ഹല്ലേലൂയ. യേശു പറയാണ് മൈ ലോർഡ്, എൻ്റെ ദൈവം. ദൈവം പിതാവായ ദൈവം ഇങ്ങോട്ട് പറയാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവമേ നിന്റെ ദൈവം. പരസ്പരം അവർ നോക്കി മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ആണ്, മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യണ്ടോ? അല്ല, കണ്ടു പഠിക്കേണ്ടതാണ്. ഇവിടെ അല്പം നായിക്കൈ ഞാൻ എന്തോ ആണ്, ഞാൻ പിന്നെ എന്തോ ആണ്. ദൈവം പരസ്പരം പറയാണ്, പുത്രനോട് പറയാണ് ദൈവമേ നിന്റെ ദൈവം. ഹല്ലേലൂയ. ദേ ആർ ഈക്വൽ. പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ്. അവർ ഹൈറാർക്കി അല്ല, സ്ഥാനചലനങ്ങളില്ല, ചെറുതും വലുതല്ല. അവർ ഈക്വൽ ആണ്. അവർ പരസ്പരം വിളിക്കുന്നത് തന്നെ ദൈവമേ എന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം പറയണേ. അടുത്ത് എന്നിട്ട് ഇതേ ദൈവം യേശുവിനെ വീണ്ടും വിളിക്കുകയാണ് കർത്താവേ, ലോർഡ്. പിതാവായ ദൈവം പുത്രനായി വിളിക്കുകയാണ് കർത്താവേ, ലോർഡ്. നീ പൂർവകാലത്ത്
ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആര്? യേശുവിനോട് പറയാണ്, പിതാവായ ദൈവം പറയാണ്, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകും. നേരത്തെ നമ്മള് യെശയ്യാവിൽ കണ്ടു യഹോവയായ ദൈവം ആകാശത്തെ വിരിച്ചു വന്നു. അതേ ദൈവം ഇപ്പൊ യേശുവിനോട് പറയാണ്, നീയാണ് എല്ലാം ചെയ്തത്. യേശു പറഞ്ഞില്ല പിതാവ് നീയാണ് ചെയ്തത്, ഇല്ല നീയാ ചെയ്തത്. ഇവര് പരസ്പരം എന്താ സ്നേഹം നോക്കി. ഹല്ലേലൂയ. അല്പം പോലും ഈഗോ വേണ്ട, എടുത്തും കളഞ്ഞു വെക്കണം. നമ്മളാണെന്നുള്ള പിടുത്തമൊക്കെ വിട്ടാലേ നമ്മൾ കർത്താവിന്റെ മക്കളാകത്തുള്ളൂ. കാരണം നമ്മുടെ അപ്പന് ഈഗോ ഇല്ല. സ്വർഗത്തിലെ ദൈവത്തിന് ഈഗോ ഇല്ല. ദൈവം പുത്രനോട് പറയാണ്, നീയാ എല്ലാം ചെയ്ത്. പുത്രൻ പറയില്ല, അങ്ങാ എല്ലാം ചെയ്ത്. പക്ഷെ പുത്രനെയും വിളിക്കുന്നത് ദൈവമേ എന്നാ, കർത്താവേ എന്നാ. ഹല്ലേലൂയ. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഇത് എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും തീരത്തില്ല മെസ്സേജ്. ഞാൻ ഇന്ന് സത്യത്തിൽ ഞാൻ അങ്ങ് ഒതുക്കുകയാണ്. നിങ്ങൾ ഒരു വാക്യം വായിച്ചു, സങ്കീർത്തനം എടുത്തേ, സങ്കീർത്തനം 102 എടുത്തേ, സങ്കീർത്തനം 102 25 വാക്യം എടുത്തേ. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനം. ആരെ കുറിച്ചാ പറയുന്നത്? യഹോവയായ ദൈവത്തെ കുറിച്ച് ദാവീദ് പറയാണ്, പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ഓക്കെ, ദാവീദ് ദൈവത്തോട്, യഹോവയായ ദൈവത്തോട് പറയാണ്, നീയാണ് അടിസ്ഥാനമിട്ടത്, നീയാണ് കൈകളുടെ പ്രവൃത്തിയാണ് ആകാശമെല്ലാം. അതേ ദൈവം പുത്രനോട് പറയാണ്, നീയാണ് ഇതെല്ലാം ചെയ്തത്. ഇവർ നോക്കി പരസ്പരമുള്ള കണക്ഷൻ കണ്ടോ? പരസ്പരം ഞാനാണ് ഈയാണെന്നില്ല. യേശു പറയാണ്, എന്നെ കണ്ടു പഠിക്കണം, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. കാരണം പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. വാട്ട് എ ലവ്, അതർ സെൻറ്റേഡ് ലവ്. സ്വന്തമായി എന്ന് പറയാൻ ഒന്നുമല്ലാത്തൊരു സ്നേഹം അവരെയാണ് ഇവിടെ കാണിക്കുന്നത്. പിതാവ് പറയാണ് പുത്രനാണ് എല്ലാം, പുത്രൻ പറയാണ് എല്ലാം പിതാവാണ്. ഇവിടെ പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫീരിയർ പൊസിഷൻ അല്ല, ദേ ആർ ഈക്വൽ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? എബ്രായറിൽ പിതാവായ ദൈവം യേശുവിനെ വിളിക്കുന്നത് ദൈവമേ എന്നും കർത്താവേ എന്നുമാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കലാശക്കൊട്ടുന്ന രീതിയിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, പിതാവിനെയും കണ്ടു, പുത്രനെ കണ്ടു, അവിടെ പരിശുദ്ധാത്മാവിനെയും കണ്ടു. കാരണം വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. യേശുവിനാൽ സകലതിനെയും ദൈവം സൃഷ്ടിച്ചു. പരിശുദ്ധാത്മാവ് അവിടെ ഹാജരായിരുന്നു. നമ്മൾ കണ്ടു, ഉൽപ്പത്തിയിൽ 3 പേരെയും കണ്ടു. ഇനി അതേപോലെ ബൈബിളിന്റെ ആദ്യ വചനത്തിൽ കണ്ടതുപോലെ തന്നെ അവസാന വാക്യത്തിലുണ്ട്. അവസാന വാക്യം എടുത്ത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 22:1. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന്. ശ്രദ്ധിച്ച് കേൾക്കണേ, വീതിയുടെ നടുവിൽ. യോഹന്നാൻ കാണുന്ന വിഷനാണ്, യോഹന്നാൻ കാണുന്ന കാഴ്ചയാണ്, സ്വർഗത്തിലൊരു കാഴ്ച. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന്. ശ്രദ്ധിച്ച് കേൾക്കേ, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങൾ എന്നല്ല, സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ശ്രദ്ധിച്ചു കേട്ടല്ലോ, ഒരു സിംഹാസനം കണ്ടു. ആരുടെ സിംഹാസനമാണ്? ദൈവത്തിന്റെ സിംഹാസനമാണ്, കുഞ്ഞാടിന്റെ സിംഹാസനം. കുഞ്ഞാടാരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതാര്? യേശു. അപ്പൊ ആരുടെ സിംഹാസനം കണ്ടേ? ദൈവത്തിന്റെയും പിതാവായ ദൈവത്തിന്റെയും യേശുവിന്റെയും സിംഹാസനം കണ്ടു. അടുത്ത് പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ഓക്കെ, അത് എവിടെന്നാ പുറപ്പെടുന്നേ? സിംഹാസനത്തിൽ നിന്ന്. ഓക്കെ, സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദി. അപ്പോ നദി എവിടെയാ ഇരിക്കുന്നേ? പറ. സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന നദി. നദി എവിടെ ഇരിക്കുന്നു? നദി ആരാ? വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകുമെന്ന് യേശു യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാണ്, ഇത് വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞതെന്ന് പറയുന്നു. ഇവിടെ പറയുകയാണ്, പിതാവിരിക്കുന്നു സിംഹാസനത്തിൽ, കുഞ്ഞാടിരിക്കുന്ന സിംഹാസനത്തിൽ, നദിയും ഇരിക്കുന്നു. നദിയും അവിടെ നിന്ന് ഒഴുകുകയാണ്. ഹല്ലേലൂയ. ദേ 3 പേരും സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. പിതാവിരിക്കുന്നു, പുത്രനിരിക്കുന്നു, പരിശുദ്ധാത്മാവിരിക്കുന്നു. ഈ സിംബോലൈസിങ് ആസ് റിവർ, അതിനെ നദി പോലെ ഉപമിച്ചിരിക്കുകയാണ്. കാരണം നദി ആരെ കുറിച്ച് പറയുകയാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. ഹി ഈസ് ദ ലിവിംഗ് വാട്ടർ. ഹല്ലേലൂയ. അപ്പോൾ ഒരു സിംഹാസനത്തിൽ ഇവർ 3 ഇരിക്കുകയാണ്. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ജീസസ് ഈസ് ഗോഡ്. ആദി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും യേശു ദൈവമാണ്, യേശു ദൈവമാണ്, യേശു ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് പറഞ്ഞു,
ഐ ആം. അതേ യേശു പല സ്ഥലങ്ങളിലും പറഞ്ഞു. ഒരിക്കൽ അബ്രഹാമിനെ കണ്ടോന്ന് ചോദിച്ചവൻ പറഞ്ഞു ഐ ആം. അവിടെ തന്നെ പിടിക്കാൻ വന്ന ആൾക്കാർ ചോദിച്ചു യേശു എവിടെ, യേശു ആരാണോ? യേശു പറഞ്ഞു ഐ ആം. നമുക്കറിയാം യേശു ഐ ആം എന്ന് പറഞ്ഞപ്പോൾ പിടിക്കാൻ വന്നവരൊക്കെ ചിതറി താഴെ വീണു. ആ വാക്കിന്റെ പവറാണ്. ഹി ഈസ് ഗോഡ് ഓൾമൈറ്റി. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായത്തിൽ പറഞ്ഞു, ദാവീദ് പറയാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു. യേശു എന്ന് പറയുകയാണ്, യോഹന്നാൻ 10 പറയുകയാണ് ഞാൻ നല്ല ഇടയനാകും. നിങ്ങൾ മാറ്റി വായിക്കണം പ്രിയരെ, കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് അടുപ്പം തോന്നും. യേശു എൻ്റെ ഇടയനാകും. ഹല്ലേലൂയ. യേശു എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. കാരണം എനിക്ക് കുറവുള്ളപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തു തരും. എനിക്ക് നാളെ ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലായിരിക്കോ, അവൻ എന്നോട് പറയും മീൻ പിടിക്കാൻ പറയും, അതിനകത്തൊന്നും പൈസ വരും. കാരണം അവൻ എൻ്റെ ഇടയനാണ്. ഹി വിൽ പ്രൊവൈഡ്. മരണകരമായ അവസ്ഥയാണോ, അവൻ വന്ന് ജീവിപ്പിക്കും. ഹി ഈസ് മൈ ഷെപ്പേർഡ്. എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. എനിക്ക് മനുഷ്യരെ കൊണ്ടും കുറവുണ്ടാകത്തില്ല, എനിക്ക് പൈസയ്ക്ക് കുറവുണ്ടാകത്തില്ല, നന്മയ്ക്ക് കുറവുണ്ടാകത്തില്ല, ഒന്നും കുറവുണ്ടാകത്തില്ല. ഹി ഈസ് മൈ ഷെപ്പേർഡ്. ജീസസ് ഈസ് മൈ ലോർഡ് ആൻഡ് ഷെപ്പേർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിൽ 27-ാം അധ്യായം ആദ്യം പറയാണ് യഹോവ എൻ്റെ വെളിച്ചമാകുന്നു. യോഹന്നാനിൽ യേശു പറയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഐ ആം ദ ലൈറ്റ്. സങ്കീർത്തനങ്ങളിൽ 18-ാം അധ്യായം 2-ാം വാക്യം പറയാണ് യഹോവ എൻ്റെ പാറയാകുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയാണ് ഞാനാകുന്നു പാറ. ഹല്ലേലൂയ. എല്ലായിടത്തും നമുക്ക് കാണാൻ വരും ആ യേശുവിനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ഇത് ഈ ഒരു കാഴ്ചപ്പാടോടെ കാണാൻ തുടങ്ങുമ്പോൾ ഈ ബൈബിൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു പുസ്തകമായി മാറും. ഹല്ലേലൂയ. മത്തായിലല്ല യേശു ആരംഭിച്ചത്, യേശു ഉൽപ്പത്തിക്ക് മുന്നേ ഉണ്ട്. യേശുവിന്റെ ആരംഭം മത്തായിലല്ല. ഹി ഈസ് എ ഗോഡ് ബിഫോർ ജനസിസ്. ഉൽപ്പത്തിക്ക് മുന്നേ അനാദിയായി ഉള്ളതാണ് യേശു കഥ. ഹി ഈസ് എ യാഹ്വേ. ഹല്ലേലൂയ. അപ്പോൾ യാഹ്വേ എന്ന് കേൾക്കുമ്പോൾ പിതാവായ ദൈവത്തെ മാത്രം ഓർക്കരുത്. യാഹ്വേ എന്ന് പറയുമ്പോൾ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഹീബ്രു എബ്രായ ലേഖനം ഇറ്റ്സ് ഓൾസോ മനോഹരമാണ്. അവിടെ പിതാവായ ദൈവം പുത്രനെ വിളിക്കുകയാണ് ദൈവമേ കർത്താവേ നീ അനാദികാലങ്ങൾക്ക് മുന്നേ ഉള്ളവൻ, നിന്റെ രാജ്യത്വം എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമുക്ക് ആ വലിയ പ്രിവിലേജ് കിട്ടിയിരിക്കുന്നു. ഈ സ്നേഹമുള്ള കുടുംബത്തിനകത്തേക്ക്, ആ സ്നേഹ കുടുംബത്തിനകത്തേക്ക് കടന്നു വരാൻ, ആ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ ദൈവം ഭാഗ്യം നൽകിയിരിക്കുക. അത് ഞാൻ പറയാണ്, നമ്മൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മൾ അവരെ പോലെ ആകേണ്ടവരും അവരെ പോലെ സ്നേഹിക്കേണ്ടവരുമാണ്. ഇന്ന് മുതൽ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഈ വചനങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വീണ്ടും വീണ്ടും വായിക്കുക, അധികമായി പറഞ്ഞു കൊടുക്കുക. യേശു യഹോവയായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അവൻ 2000 വർഷം മുമ്പ് വന്ന ഒരു പ്രവാചകനോ ഒരു മനുഷ്യപുത്രനോ മാത്രമല്ല, അവൻ ദൈവമാണ്. അവൻ ദൈവമായിരിക്കെ സർവ്വവും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അവന്റെ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ നാമത്തെ എല്ലാ നാമത്തിനും മേലായ നാമമാക്കി പിതാവ് ദൈവം ഉയർത്തി വെച്ചു. അതുകൊണ്ട് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഭൂലോകരുടെയും മാത്രമല്ല സ്വർലോകരുടെയും സകല മുഴങ്കാലുകളും മടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിന്റെ രോഗം, നിന്റെ പ്രയാസം, നിന്റെ പ്രശ്നം എല്ലാം യേശുവിന്റെ നാമത്തിന് മുന്നിൽ മടങ്ങുന്നതാണ്. ആ നാമം എല്ലാത്തിനും മേലായ നാമമായി സ്വർഗത്തിലെ ദൈവം മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനേയും ഒന്ന് ദൈവം സകലത്തിന് മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമത്തെയാണ്. ഹല്ലേലൂയ. ഹി ഈസ് ദ ഓൾമൈറ്റി ഗോഡ്. ഹല്ലേലൂയ. ആ യേശുവിനെ സ്തുതിച്ച് യേശുവിനെ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ഇനി യേശുവിനെ ആരാധിക്കുമ്പോൾ ആരും ചിന്തിക്കരുത് അയ്യോ ഞാൻ പിതാവിനാണോ പരിശുദ്ധമാണോ. കൺഫ്യൂഷനൊക്കെ മാറി വിശ്വസിക്കുന്നു. കുറച്ച് പേർക്ക് ദഹിച്ചിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല. വീട്ടിൽ പോയി വീണ്ടും വീണ്ടും വായിക്കുക. ഇനിയും പരിശുദ്ധമാവ് സഹായിച്ചാൽ ഇനിയും ഇതിന്റെ ഡീറ്റെയിലായിട്ട് നമുക്ക് സംസാരിക്കാം. ദൈവം നമ്മൾ അധികമായി അനുഗ്രഹിക്കട്ടെ. യേശു ഹി ഈസ് ദ ഗോഡ് ഓഫ് എറ്റേണിറ്റി. നിത്യനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നിത്യപിതാവാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെട്ടത്. അവൻ നിത്യനായ പിതാവാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ.